ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഏത് പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ബുദ്ധിമാനായ ന്യായാധിപൻ അല്ലേ? ആരെഴുതിയ കൃതിയാണത്? ആരുടെയാണ് ഈ നാടകം? വെന്നീസിലെ വ്യാപാരി എന്ന് പറയുന്ന കഥയിലുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ലോകപ്രശസ്ത നാടകകൃത്തായ വില്യം ഷേക്സ്പിയർ എഴുതിയ കൃതിയാണ് വെന്നീസിലെ വ്യാപാരി. ഇത് രണ്ട് വ്യക്തികളെ പറ്റിയാണ് നമ്മൾ ഈ കഥയിലൂടെ കടന്നു പോകുന്നത്. ആരാണ് ഈ രണ്ടുപേര്? അന്റോണിയോ, ഷൈലോക്കും. ആരാണ് അന്റോണിയോ? വെന്നീസിലെ വ്യാപാരിയാണ് അന്റോണിയോ. അവിടെയുള്ളൊരു ധനികനായിരുന്നു ഷൈലോക്ക്. ഇവർ രണ്ടുപേരും കച്ചവടത്തിലുള്ളവരാണ്. പക്ഷേ ഷൈലോക്കിന് അന്റോണിയോട് ഒരു ദേഷ്യമുണ്ട്. കാരണം എന്താ? അദ്ദേഹം പാവങ്ങളെ സഹായിക്കും, പിന്നെ പൈസ കടം കൊടുക്കുമ്പോൾ പലിശ വാങ്ങുന്നില്ല. ഇവിടെ ബെസാനിയോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ അന്റോണിയോയുടെ സുഹൃത്താണ്. അവന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അന്റോണിയോട് അടുത്ത് വന്ന് ചോദിക്കുന്നു. പക്ഷെ അന്റോണിയോയ്ക്ക് ഇപ്പോൾ ചരക്ക് കപ്പലുകളിൽ നിന്നൊന്നും ധാരാളം പൈസ ലഭിക്കുന്നില്ല, കച്ചവടം നഷ്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത പണക്കാരനായ വ്യക്തി ആരാണ്? ഷൈലോക്ക്. ഷൈലോക്കിന്റെ അടുത്ത് ചെന്ന് കുറച്ച് പൈസ കടം ചോദിക്കുന്നു. ആ കടം ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു കരാർ എഴുതിക്കുന്നുണ്ട്. ആ കരാറിൽ ഒരു വ്യവസ്ഥയുണ്ട്. എന്തായിരുന്നു വ്യവസ്ഥ? പറഞ്ഞ പൈസ പറഞ്ഞ സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിഴയായി ആരുടെ ശരീരത്തിൽ നിന്നാണ്? അന്റോണിയോയുടെ ശരീരത്തിൽ നിന്ന് ഒരു റാത്തൽ എന്ന് പറയുന്നത് 1/2 കിലോനാണ്. ആ മാംസകഷ്ണം അറുത്തെടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഷൈലോക്കിന് ഉണ്ട്. അത്രയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. തുടർന്ന് നമുക്ക് വായിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് കൊടുക്കൂ. വായിക്കുമ്പോൾ കൈ വെച്ച് ഓരോ ലൈനും വായിക്കണം കേട്ടോ. അപ്പൊ മാം ആദ്യം തൊട്ട് ഒന്ന് ജസ്റ്റ് വായിച്ചു പോവുകയാണ്. തുടർന്ന് നമുക്ക് അടുത്തുള്ള വാക്കുകൂടി വായിക്കാം. വെന്നീസിലെ നല്ലവനും കരുണയുള്ളവനുമായ ഒരു വ്യാപാരിയാണ് അന്റോണിയോ. ധാരാളം ചരക്ക് കപ്പലുകളുള്ള അദ്ദേഹം പാവങ്ങൾക്ക് പലിശയില്ലാതെ പണം കടം കൊടുക്കുമായിരുന്നു. അന്റോണിയോയുടെ ഈ സ്വഭാവശുദ്ധി അമർഷമുള്ള മറ്റൊരു ധനികനാണ് ഷൈലോക്ക്. അന്റോണിയെ ഏതു വിധേനയും വകവരുത്തണമെന്നൊരാഗ്രഹം അയാളുടെ മനസ്സിൽ ജനിച്ചിട്ട് കുറച്ചു നാളായി. അതിനായി തക്കം പാർത്തിരിക്കുകയായിരുന്നു അയാൾ. കഥ നടക്കുന്ന സമയം അന്റോണിയോയുടെ ചരക്ക് കപ്പലുകൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിരുന്നാലും പണം ആവശ്യപ്പെട്ട തന്റെ സുഹൃത്തായ ബെസാനിയോയ്ക്ക് അയാൾ സഹായം ചെയ്യുന്നുണ്ടായിരുന്നു. അറ്റ കൈക്ക് അന്റോണിയോ ഷൈലോക്കിന്റെ അടുത്ത് ചെന്നു. അയാളെ വഞ്ചിക്കണമെന്ന ഉദ്ദേശമുണ്ടായിരുന്ന ഷൈലോക്ക് ഈ അവസരം കളഞ്ഞു കുളിക്കാൻ ആഗ്രഹിച്ചില്ല. ബെസാനിയോയ്ക്ക് 3000 പണം കടം കൊടുക്കാനുള്ള കരാർ അയാൾ ഇപ്രകാരം എഴുതി: പറഞ്ഞ സംഖ്യ പറഞ്ഞ സമയത്ത് തന്നില്ലെങ്കിൽ പിഴയായി നിങ്ങളുടെ സുന്ദരമായ ശരീരത്തിൽ നിന്ന് ഒരു റാത്തൽ മാംസം അറുത്തെടുക്കാൻ എനിക്ക് അവകാശമുണ്ട്. അന്റോണിയോ സമ്മതിച്ചു. ഈ കരാറിന് ആര് സമ്മതിച്ചു? അന്റോണിയോ സമ്മതിച്ചു. കരാറിൽ പറഞ്ഞിരിക്കുന്ന സമയത്തിന് മുമ്പേ തന്നെ പണം മടക്കിക്കൊടുക്കാമെന്നൊരു ചിന്ത അയാൾക്കുണ്ടായി. അപ്പൊ അന്റോണിയോന് തോന്നിയത് എന്താ? പറഞ്ഞ സമയത്ത് തന്നെ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ എനിക്ക് ഇയാൾക്ക് അദ്ദേഹത്തിന് പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് ആർക്ക് തോന്നി? അന്റോണിയോന് തോന്നി. ഇത് കുഴപ്പമില്ല, എനിക്ക് സാധിക്കും, എന്റെ കപ്പലുകളൊക്കെ തിരിച്ചു വരുമ്പോൾ എനിക്ക് പൈസ കിട്ടും, ബുദ്ധിമുട്ടില്ലാണ്ട് ആർക്ക് കൊടുക്കാം? ഷൈലോക്കിന് കൊടുക്കാൻ പറ്റുമെന്ന് ആർക്കുള്ളിൽ ഉണ്ടായിരുന്നു? അന്റോണിയോന്റെ ഉള്ളില് ഉണ്ടായിരുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭാഗ്യമില്ല, നിർഭാഗ്യം എന്ന് പറയട്ടെ, അയാൾ കൂടുതൽ നിസ്വനാകുകയാണ് ഉണ്ടായത്. നിസ്വൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തവനായിട്ട്, നഷ്ടത്തിലായി. അദ്ദേഹത്തിന്റെ കച്ചവടം നഷ്ടത്തിൽ. നിസ്വൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക നിറഞ്ഞ വാശി ഷൈലോക്കിനെ കൂടുതൽ ദുഷ്ടനാക്കി. പകയാണ്, ഇവനെ നശിപ്പിക്കണം എന്നൊരു ചിന്ത മാത്രമേ ആരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ? ഷൈലോക്കിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. കരാർ നടപ്പിലാക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് നഷ്ടമാണ്, ഇവന് പൈസ തരാൻ പറ്റില്ല, ഇത് തന്നെയാണ് നല്ല അവസരം എന്ന് ആര് മനസ്സിലാക്കി? ഷൈലോക്ക് മനസ്സിലാക്കി. അപ്പൊ അദ്ദേഹം പറയാം, കരാർ എനിക്ക് നടപ്പിലാക്കണം, എനിക്കിപ്പൊ തന്നെ ഈ പൈസ പറഞ്ഞ പൈസ പറഞ്ഞ സമയത്ത് തന്നില്ല എങ്കിൽ എന്നായിരുന്നു കരാറിലെ വ്യവസ്ഥ. ഇപ്പൊ തന്നെ നടപ്പിലാക്കണം എന്ന് ആര് പറയുന്നു? ഷൈലോക്ക് പറയുന്നു. ഈ കൊടും ക്രൂരതയിൽ നിന്ന് ഷൈലോക്കിനെ പിന്തിരിപ്പിക്കാൻ പലരും ശ്രമിച്ചു. പലരും പറയും അന്റോണിയാണ് നല്ലവനാണ്, അവൻ ചതിക്കില്ല, അവൻ തരും.
നീ ഒന്ന് സമാധാനം കൊടുക്കൂ, അല്ലെങ്കിൽ നീ ഒരു സാവകാശം കൊടുക്കൂ എന്നൊക്കെ പലവരും പറഞ്ഞു നോക്കി. പക്ഷെ ആര് സമ്മതിച്ചില്ല? ഷൈലോക്ക് സമ്മതിച്ചില്ല. നിഷ്ഫലമായ ശ്രമം പലവരും പറഞ്ഞിട്ട് ഇദ്ദേഹം സമ്മതിക്കുന്നില്ല. രാജാവ് പോലും നിസ്സഹായനായി. രാജാവ് പോലും ഇവനോട് ആവശ്യപ്പെടുന്നുണ്ട്, ആരെ ഉപദ്രവിക്കേണ്ടെന്ന്, അന്റോണിയനെ ഉപദ്രവിക്കേണ്ട, അവൻ നല്ലവനാണ്, അവൻ വഞ്ചിക്കില്ല, എനിക്ക് പൈസ തരും എന്നൊക്കെ ആരടക്കം പറഞ്ഞു? രാജാവ് അടക്കം പറഞ്ഞു. എന്നിട്ട് ആര് സമ്മതിച്ചിട്ടില്ല? നമ്മുടെ ഷൈലോക്ക് സമ്മതിച്ചിട്ടില്ല. ശിക്ഷ നടപ്പാക്കാൻ നീതിന്യായ കോടതിക്ക് മുന്നിൽ വാദിയും പ്രതിയും എത്തിച്ചേർന്നു. അപ്പൊ നീതിന്യായ കോടതിക്ക് മുന്നിൽ രണ്ടുപേര് എത്തിച്ചേർന്നു. ആരാണ് ഈ രണ്ടുപേര്? അന്റോണിയോവും ഷൈലോക്കും. നമ്മളെ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം, നോട്ട്സ് എഴുതിയിരിക്കണം, ടെസ്റ്റ് പേപ്പർ എഴുതണം. ഇനി അടുത്ത ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.